ഇവിടത്തെ ഇളയ കുട്ടിയല്ലേ? അതെ. എന്റെ പേര് കണ്ണനെന്നാ. കാർത്തൂന്റെ. മനസ്സിലായി മനസ്സിലായി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് മോളുടെ അമ്മയൊന്ന് കാണുമായിരുന്നു. എന്തിനാ അമ്മയെ കാണുന്നത്? ഭീഷണിപ്പെടുത്താനാണോ? അയ്യോ, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തൊന്നുമില്ല മോളെ. ആര് പറഞ്ഞു ഇല്ലെന്ന്? നിങ്ങൾ കാരണം എന്റെ അമ്മ കിടപ്പിലായത്. അതറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. അമ്മയൊന്ന് കണ്ടിട്ട് ഞാനങ്ങ് പോയിക്കോളാം. മോളൊന്ന് പോയി പറഞ്ഞാ മതി. അമ്മ കാണാൻ അനുവദിക്കും. അമ്മ കാണാൻ അനുവദിക്കായിരിക്കും. ഞങ്ങൾക്കാ നിങ്ങളെ ഇഷ്ടമല്ലാത്തത്. ആയിക്കോട്ടെ, ഞാൻ അമ്മയുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചാ മതി. അമ്മ ഇങ്ങനെ ഇറങ്ങി വന്നോളും. പിന്നെ ഞാൻ വന്ന വിവരം പറയാതിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്ത് പറഞ്ഞ എന്റെ അമ്മയെ പേടിപ്പിച്ചത്? ജയിൽ പുള്ളിയാണെന്ന് കരുതി ഞങ്ങൾക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല. എന്നെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാറില്ല. അത് മനസ്സിലായി. എവിടുന്നോ കളഞ്ഞു കിട്ടിയ ഒരു പെണ്ണിന് കല്യാണപ്രായം അടുത്തപ്പോ അരുണേട്ടന്റെ തലയിൽ കെട്ടിവെച്ചു. അവളുടെ അമ്മയെ പോലെ തന്നെ ആയിരിക്കും അവളും. അതുകൊണ്ട് തന്നെ അരുണേട്ടനെ കറക്കിയെടുത്തതും. ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കഴിയുമെങ്കിൽ മോളുടെ അമ്മയൊന്ന് വിളിക്കേ. അകത്തോട്ടൊന്നും കയറരുത്, പുറത്തന്നെ നിന്നാ മതി. ചേച്ചിയുടെ അനിയത്തി തന്നെ. അയാള് കാണാൻ വന്നിട്ടുണ്ട്, ആ കണ്ണൻ എന്ന് പറയുന്ന ആള്. അയാള് വന്നെന്നറിഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെ ചാടി എഴുന്നേറ്റത്? കണ്ണനോട് ഇരിക്കാൻ പറഞ്ഞോ? ഇല്ല, അവിടെ നിക്കാനാ പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? പിന്നെ അയാൾ അകത്ത് കയറ്റിയിരുത്തി സൽക്കരിക്കണോ? അയാള് വരുമ്പോ മാന്യമായിട്ട് പെരുമാറണം. കണ്ട ജയിൽ പുള്ളികളോടൊക്കെ ഞങ്ങള് മാന്യത കാട്ടണം അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് അയാൾ ജയിലിൽ പോയത്. ഓഹോ, എന്നു മുതൽ അമ്മയ്ക്ക് അയാള് നല്ലവനായി തുടങ്ങിയത്? അയാളെ അമ്മ ന്യായീകരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാ? മനസ്സിലാവാത്തോണ്ട് ചോദിക്ക. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. എന്നെ ചോദ്യം ചെയ്യണ്ട, എന്നോട് തർക്കിക്കാൻ വേണ്ട. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടാ അതൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ കരണത്ത് കിട്ടും നിനക്ക്. ഇതുവരെ തല്ലു കിട്ടിയിട്ടില്ലല്ലോ. ഇനി അത് എന്റെ വാക്ക് കേൾക്കാതിരുന്നിട്ട് വാങ്ങിച്ചെടുക്കരുത്. തല്ലുന്നെങ്കിൽ തല്ലിക്കോ, എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. എന്താ സംസാരിക്കണ്ടെന്ന് വെച്ചാ പോയി സംസാരിക്കേ. ഞാനും പുറത്തേക്ക് പോവാ. ഇവിടെ നിന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. വരുന്നുണ്ട്. സംസാരിച്ചിട്ട് എന്റെ അമ്മയുടെ പ്രഷർ വീണ്ടും കൂട്ട്. കേറി വരൂ. മോൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അതൊന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ അകത്തേക്ക് വരൂ. കണ്ണനിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ചായ കുടിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്ന് വന്നേ ഉള്ളൂ. കാർത്തു അരുണുമൊക്കെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിരപരാധിയാണെന്ന് ഒരുപാട് തവണ. ശരിക്കും ചതിച്ചുകൊണ്ടാ എനിക്ക് ജയിൽ പുള്ളി ആവേണ്ടി വന്നത്. എന്നാൽ ആ സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ചോ, ഒരിക്കലും എന്നെ നാവ ഇന്ന് സത്യങ്ങൾ പുറത്തു പോവില്ല. അതിന്റെ പേരിൽ വെറുതെ ഓരോന്ന് ചിന്തിച്ചിട്ട് അസുഖങ്ങൾ വരുത്തി വെക്കേണ്ടെന്നാ പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെ അടിമയെ പോലെ കാണുന്ന കൂട്ടത്തിലാണ് അപ്പച്ചി എന്ന് അരുൺ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങളോട് പ്രത്യേകിച്ച് പുച്ഛമാണെന്നും പറഞ്ഞു. അതിന്റെ കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോ ഒരിക്കലൊരു ചതി പറ്റി. അതിന്റെ ദേഷ്യം സകല ആണുങ്ങളോട് ഉള്ളിലിങ്ങനെ കിടക്കുക. എല്ലാവരും പ്രശ്നക്കാരല്ലല്ലോ. എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തെറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഏതോ ഒരു മഹാപാപി ചെയ്ത തെറ്റിന് സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ നല്ല സ്വഭാവമുള്ളവരെ വെറുക്കരുത്. ഇപ്പൊ മക്കളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടാവും അമ്മയുടെ പ്രവൃത്തി കണ്ടിട്ട്. കാർത്തൂനെ തിരികെ വിളിക്കുന്ന അവരൊരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. കാർത്തു ജീവിക്കേണ്ടത് അരുണിന്റെ വീട്ടില. എങ്കിലും മൂത്ത മോൾക്ക് അത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കാർത്തു ഞങ്ങൾക്കൊപ്പം താമസിച്ചോളൂ. അല്ലെങ്കിൽ അരുൺ ജോലി ചെയ്യുന്ന എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു വാടക വീടെടുത്ത് താമസിച്ചോളൂ. അതിന്റെ പേരിൽ എന്തിനാ വേദനിക്കുന്നേ? ഇത്രയും നാള് എന്റെ അച്ഛനല്ലാതെ ഒരാള് പോലും ഇത് അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് നിങ്ങൾ വന്നത് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും തളർന്നു പോയി.
ആർക്കും അറിയാൻ പാടില്ലാത്ത രഹസ്യമായിരുന്നു. എങ്കിലും ഞാനത് പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം കാർത്തുവാ. കാർത്തു ദൈവത്തെ കൂടെ കൊണ്ടു നടക്കുന്ന കുട്ടിയാ. അവക്ക് തിരികെ എത്താൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞത്. എങ്ങനെയാണ് ഇതുപോലൊരു തെറ്റ് പറ്റിയതെന്ന് ചോദിക്കുന്നില്ല. നിങ്ങളെപ്പോലെ കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീ മനഃപൂർവ്വം തെറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ എന്തെങ്കിലുമൊക്കെ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതിനി എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ നിങ്ങൾക്കൊരു എതിരാളിയല്ല. കാർത്തൂന് ഇനി നിങ്ങൾ തള്ളിക്കളഞ്ഞാലും ഞാൻ ആരോട് ഈ സംഭവം പറയില്ല. മറ്റുള്ളവരുടെ വിഷമം മുതലാക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അങ്ങനെ ചെയ്താ മനസ്സമാധാനം കിട്ടില്ലെന്ന് അറിയാവുന്ന ആളാ ഞാൻ. ജയിലിലായിരുന്നപ്പോഴും പുറത്തായിരുന്നപ്പോഴും എല്ലാരെയും മനുഷ്യരായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. വീണ്ടും വാക്ക് തരിക, കഴുത്തു പോയാലും മരിച്ചാലും ഞാൻ കണ്ട സത്യം ആരോടും പറയില്ല. ഇത് പറയാനാ വന്നത്. ഒന്ന് നിന്നേ. നിങ്ങള് ആരോടൊന്നും പറയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം പറയണം. എവിടെയാ കുഞ്ഞ്? ആ കുട്ടി എവിടെയുണ്ടെന്ന് ഞാനിപ്പോ പറയുന്നില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതാ ചോദിച്ചത്. ആ സംശയം സത്യമാവണമെന്നില്ലല്ലോ. എങ്കിലും എന്റെ കുഞ്ഞ് എവിടെയാന്ന് പറഞ്ഞൂടെ? കൊടുങ്കാടിന്റെ നടുക്കൂടെയുള്ള റോഡായിരുന്നു. കാട്ടാനയും പുലിയും കരടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ. അവിടെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത് അതിനെ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. അവിടെ ഇനിയിപ്പോ പുലി പിടിച്ചെന്ന് കരുതിയാ മതി. നാളെ അതിരാവിലെ നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോണം. ഏതമ്പലത്തില്? അന്ന് അപ്പച്ചി എന്നെയും കൂട്ടി പോയില്ലേ ആ നാഗക്ഷേത്രത്തില്. അപ്പച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ പോക്ക് നടക്കില്ല. അവിടെയൊക്കെ കണ്ടെയ്ൻമെന്റ് സോണാ. എടോ, താൻ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഇവിടെ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാ മതി. എനിക്ക് അപ്പച്ചി ഒന്ന് കാണണമെന്നുണ്ട്. അതിനെന്താ, ഉടനെ നമുക്ക് പോവാം. പോകുന്നതിനിടയ്ക്ക് ഏതെങ്കിലും അമ്പലം കാണില്ലേ? ആ, അതുണ്ട്. എന്നാ ഏതെങ്കിലും അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ നാഗക്ഷേത്രത്തിന് അടുത്തൊന്ന് പോയി നോക്കാം. കയറാൻ പറ്റുമെങ്കിൽ കയറാം. സാരമില്ല, നമുക്ക് ഒരിക്കൽ കൂടി ആ ഡോക്ടറെ ഒന്ന് കാണാം. ആ ഡോക്ടറാ ഇടയ്ക്ക് നമുക്ക് പാരവണത്. നമ്മൾ തമ്മില് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നതെന്ന് അപ്പച്ചോട് പറഞ്ഞ ആ ഡോക്ടറാ. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയതാന്ന്. അപ്പച്ചയ്ക്ക് തന്നോട് വിരോധമുണ്ടെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാന്ന്. അത് ശരിയോ? അതെ, കഴിച്ചിട്ട് ഇറങ്ങണോ അതോ? അമ്പലത്തിൽ പോവല്ലേ? പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാം. താൻ പോയി വേഗം റെഡി ആയിട്ട് വാ. റെഡിയാവാനൊന്നുമില്ല. ഈ തോർത്തൊന്ന് മാറ്റണം, മുടിയൊന്ന് ചീകണം, അത്രേ ഉള്ളൂ. എന്തിനാ ഇവളെയും കൊണ്ട് വന്നത്? അവൾ ഇവളെന്നൊന്നും വിളിക്കരുത്. നിന്നെക്കാളും മൂത്ത എന്റെ ഭാര്യയാ. എന്റെ ദൃഷ്ടിയിൽ ഇവൾ അനാഥയാ. ജയിൽ പുള്ളി വളർത്തിയ പെണ്ണ. അങ്ങനെയുള്ള ഇവളെ ഇങ്ങനെ വിളിക്കാനേ പറ്റൂ. നീ ആ ചേച്ചിയുടെ അനിയത്തിയല്ലേ? പിന്നെ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്താൻ നോക്കുന്നേ? എന്താ ഇവിടെ? നിങ്ങളെപ്പോ എത്തി? ഞങ്ങൾ ആ നാഗക്കാവരൊന്ന് പോയി. അപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇയാൾക്ക് ഒരേ നിർബന്ധം. എല്ലാം കഴിഞ്ഞ ശേഷം അമ്പലത്തിലെ പ്രസാദമായിട്ട് വന്നതാ. അടുത്ത വശീകരണ പൊടിയുമായിട്ട് വന്നതായിരിക്കും. മതി. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ, അത് ആദ്യമായിട്ട് വരുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്? എനിക്കിത്രയൊക്കെ പറ്റൂ. അത് അടികൊള്ളാത്തിന്റെ അഹങ്കാരമാ. മോളെ കാർത്തു, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് ബലിച്ചു. ഇവളും ഇവളുടെ ചേച്ചിയും പറയുന്നൊന്നും മോള് കാര്യാക്കണ്ട. അങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. നമ്മൾ അന്ന് പോയ ആ നാഗക്കാവില് പോയിരുന്നു. പ്രസാദം കിട്ടിയപ്പോ അത് അപ്പച്ചിയുടെ നെറ്റിയിൽ തൊടിയിക്കണം തോന്നി. അതാ വന്നത്. നെറ്റിയിൽ പ്രസാദം തൊട്ടപ്പോ എന്തോ വല്ലാത്തൊരു തണുപ്പ്. ഇന്ന് കാവി പോയത് അപ്പച്ചിക്ക് വേണ്ടിട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ല ശരത്തേട്ടാ. എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടെന്ന് ഞാൻ ശരത്തേട്ടനോട് പറഞ്ഞായിരുന്നു. അത് മോളുടെ പ്രാർത്ഥന കൊണ്ടാവും. അയ്യോ, ആദ്യമായിട്ട് വന്നതല്ലേ മോളിവിടെ. എന്നാ ഞാനിപ്പോ തരേണ്ടത്? ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. ആ പുരുഷേട്ടൻ എവിടെ ശരത്തേട്ടാ? അയാള് മാർക്കറ്റിൽ പോയതാ. ആ, എന്നാ നിങ്ങൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്താ മോൾക്ക് വേണ്ടത്? ഓറഞ്ചും പൈനാപ്പിളും ഒക്കെ ഉണ്ട്, എടുക്കട്ടെ? അത് അപ്പച്ചിക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഇയാൾക്ക് വേണ്ടത് അപ്പച്ചിയുടെ സ്നേഹം. അങ്ങനെ സ്നേഹിക്കുന്ന അപ്പച്ചി എന്ത് കൊടുത്താലും ഇയാൾ കുടിച്ചോളൂ. ജ്യൂസൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. നിങ്ങൾ ഇരിക്കേ. അങ്കിള്, ഇതൊരു ഒന്നൊന്നര മാറ്റമാണല്ലോ. ഇയാളുടെ പ്രാർത്ഥന ഇതിനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മോളെ എനിക്ക് നമസ്കരിക്കാൻ തോന്നുക. പ്രായക്കുറവാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടിരിക്കുന്നത് ഞാനാ. വിവാഹം കഴിഞ്ഞതിന് ശേഷം ശരത്ത് ശരത്ത് എന്ന് ചൂണ്ടുവിരൽ ചൂണ്ടി ഒരു കാര്യം പറഞ്ഞ തല താഴ്ത്തിന്ന് കേൾക്കുകയായിരുന്നു പതിവ്. ഇവൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്കിളിന് എപ്പോഴെങ്കിലും ഒരാണായിട്ട് നിവർന്ന് നിന്നൂടെ എന്ന്. സത്യം പറയല്ലോ, ഇനി മരണം വരെ അയാൾക്ക് മുന്നിൽ തല താഴ്ത്തി ഒടിഞ്ഞു മടങ്ങി നിൽക്കേണ്ടി വരുമെന്നാ കരുതിയത്. കുടുംബ സമാധാനത്തിന് വേണ്ടി അങ്ങനെ നിൽക്കുകയും ചെയ്തേനെ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായി എന്നെ ഒരു ഭർത്താവായി കണ്ട് അയാളിപ്പോ ഒരു ഭാര്യയുടെ കടമയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത് ദേവ തന്നെയാ. പുരുഷൻ ചേട്ടനെ മാറ്റി നിർത്തിയിട്ടാ ഓരോന്ന് ചെയ്യുന്നത്. അതൊന്നും ഞാൻ ഈ ജന്മം പ്രതീക്ഷിച്ചല്ല. എന്നെ സ്നേഹിക്കൊന്നും ഞാൻ കരുതിയതല്ല. അല്ല, ദേവയെ മാറ്റാൻ മോളുടെ കണ്ണേട്ടൻ എന്താ ചെയ്തതെന്ന് മോള് കണ്ണേട്ടനോട് ചോദിച്ചോ? ഇയാള് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ചോദിച്ചു. കണ്ണേട്ടൻ ഒന്നും പറയുന്നില്ല. എന്തായാലും ഈ വീടിപ്പോ എല്ലാ വീടും പോലെ ആയി. ഇനി എനിക്ക് കുടുംബനാഥൻ എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാം. അപ്പോഴും ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ദേവ മറ്റെവിടേക്കൊക്കെയോ പോകുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു. ഓരോന്നാലോചിച്ച് കഴിയുമ്പോ മുഖത്ത് സങ്കടമാ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാം. എന്തോ അയാളെ അലട്ടുന്നുണ്ട്. അപ്പച്ചി വരുന്നു. മോളെ, മോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം അരുണ്ട അപ്പച്ചിയെ. ഞാൻ സ്നേഹിക്കുന്നതാ. ഇപ്പോ മഞ്ജുവേടത്തെ മാളും കാണുന്ന കുറ്റം. അതൊന്നും മോള് കാര്യാക്കണ്ട. അപ്പച്ചിയെ പോലല്ലേ, ഒരു അമ്മയെ പോലെ മോൾ അവരെ കാണണം. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇനി മോളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും അരുണ്ട അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എനിക്കും ഇപ്പോ എന്തോ അടുപ്പവും സ്നേഹമൊക്കെ തോന്നുക അപ്പച്ചിയോട്.
ഇനി അങ്ങോട്ടെന്നും മോളുടെ സ്വന്തം എന്ന് കരുതി അപ്പച്ചിയോട് പെരുമാറിയ തിരിച്ചു അതിന്റെ ഇരട്ടിയായിട്ട് മോൾക്ക് കിട്ടേണ്ട പരിഗണനയൊക്കെ അവരിൽ നിന്ന് കിട്ടിയിരിക്കും. ഇന്ന് അരുണ്ട് അപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയല്ലോ. ഇനി എന്നും ദൈവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതെന്നോട് പറയേണ്ട കാര്യമുണ്ടോ കണ്ണേട്ടാ? ഇന്ന് നല്ല സുഖം തോന്നുന്നു പറഞ്ഞു. അത് ഞാൻ പ്രാർത്ഥിച്ചോണ്ടാണെന്നും. ആ പറഞ്ഞത് ശരിയാ. മോൾക്ക് ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിഷമം ഉണ്ടാവില്ല, സഹായങ്ങളല്ലാതെ. ഇക്കുറി ശത്രുവിനെയല്ലേ മോക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബന്ധുവിനെ കിട്ടിയിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എന്നാ കണ്ണേട്ടൻ വെക്കട്ടെ. ഇത്രയൊക്കെ കാർത്തൂനോട് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അത് ഞാൻ സമ്മതിച്ചല്ലേ പവിത്രേ. അതിനെപ്പറ്റി ഇനി കുത്തി കുത്തി ചോദിക്കണ്ട. എല്ലാ സൈഡിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാടാ. എനിക്കും അരുണ്ട് അപ്പച്ചിക്കും. അവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ കാർത്തൂനെ സ്നേഹിക്കുന്ന അമ്മയെ ഏതാണ്ട് തള്ളിക്കളഞ്ഞിരിക്കുക. മക്കളെ പോലും മാറ്റി നിർത്തിയിട്ട് കാർത്തൂനോട് ഇത്ര അടുപ്പം കൂടാനുള്ള കാര്യം എന്താ കണ്ണേട്ടാ? എടീ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 10 വർഷമായില്ലേ? ഇതിനിടയ്ക്ക് ഞാൻ ജയിലിൽ കിടക്കുമെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നാ തെറ്റ് ചെയ്യാതെ എനിക്ക് അവിടെ പോകേണ്ടി വന്നില്ലേ? അതിനാണ് സമയമൊന്നും കാരണമൊക്കെ പറയുന്നത്. നമ്മുടെ സമയം ശരിയല്ലെന്നുണ്ടെങ്കിലേ നമ്മളെ ചവിട്ടി മെതിക്കാൻ ആരെങ്കിലുമൊക്കെ വരും. അവിടെ അരുണ്ട് അപ്പച്ചിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും അവരവരുടെ സ്വന്തം ഭർത്താവിനെ പോലും അടക്കി നിർത്തുന്നത് കുറച്ചധികമായി പോയെന്ന് മുകളിലൊരാൾക്ക് തോന്നി. അത് ഇല്ലാതാക്കണം എന്ന് തോന്നി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എന്റെ ഭർത്താവാണോ അതിന് കാരണക്കാരനായത്? എന്ന് പറഞ്ഞൂടാ. എടി, അവര് നാഗമന്ത്രങ്ങളൊക്കെ കാർത്തൂനെ കൊണ്ട് തെറ്റിച്ച് ചൊല്ലിച്ചു. അതൊക്കെ വലിയ അപകട പവിത്രേ. അതും ആരോടാ ചൊല്ലാൻ പറഞ്ഞേ? ഓർമ്മയായ നാള് മുതൽ നാഗമന്ത്രങ്ങൾ ചൊല്ലിപ്പടിച്ച കാർത്തൂനോട്. പിന്നെ നാഗത്തന്മാര് പൊറുക്കോ? അവര് കാർത്തൂന് സംരക്ഷണം കൊടുത്തിട്ട് അരുണ്ട് അപ്പച്ചയെ തിരിഞ്ഞു നോത്തി. ആദ്യം വിഷം തീണ്ടി, പിന്നെയാണ് അതിനേക്കാളും വലിയ ഭൂകമ്പം ഉണ്ടായത്. അത്രയും നീ പറഞ്ഞാ മതി. നമുക്കൊന്ന് പോയി കാണണ്ടേ അരുണ്ട് അപ്പച്ചിയെ? കാണാൻ മാത്രം അസുഖമൊന്നുമില്ല അവർക്ക്. പിന്നെ നിന്റെ തറവാട്ടിനടുത്തല്ലേ താമസം. നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാം. അവരിങ്ങോട്ടും വരും. ഇനി അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ആലോചനയാണല്ലോ. എന്താ ആലോചിക്കുന്നത്? അല്ല, സാറിന്റെ അപ്പച്ചിയെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. അപ്പച്ചി അരികിലേക്ക് വരുമ്പോ എനിക്കെന്തോ സ്വന്തം അമ്മ അടുത്തേക്ക് വരുന്ന പോലെ ഒരു തോന്നല. അത്രയ്ക്കൊക്കെ അപ്പച്ചിയായിട്ട് അടുപ്പായോ? എന്താന്നറിയില്ല. എനിക്കങ്ങനെ ആരോട് അത്ര പെട്ടെന്നൊന്നും അടുപ്പം തോന്നില്ല. പ്രത്യേകിച്ച് അപ്പച്ചേനെ ഒരുപാട് വെറുത്തതാണല്ലോ. ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷേ നമ്മളിന്ന് അമ്പലത്തിൽ പോയില്ലേ? എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ അപ്പച്ചിക്ക് വേണ്ടിയിട്ടാ. അപ്പോഴൊക്കെ എന്തോ ഉള്ളിലൊരു സങ്കടമായിട്ട് അപ്പച്ചിയുടെ മുഖം ഇങ്ങനെ കയറി വരുവാ. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അപ്പച്ചിയെ കുറിച്ചാണല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അവിടെ ചെന്നപ്പോ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും മനസ്സമാധാനം കിട്ടിയെന്ന്. അതുകൊണ്ട് ഇനി പ്രാർത്ഥന കുറയ്ക്കണ്ട. പൂജാമുറി കയറുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ അപ്പച്ചിക്ക് വേണ്ടി ഒരു പങ്ക് പ്രാർത്ഥന മാറ്റിവെച്ചേക്ക്. അത് പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അപ്പച്ചിയുടെ മനസ്സിനെ ഒരിക്കലും മാറാൻ പാടില്ല. അല്ല, 2 ദിവസം അവിടെ പോയി നിന്നാലോ? അയ്യോ വേണ്ട. മാളുവിന്റെ ദേഷ്യവും സംസാരമൊക്കെ ഓർക്കുമ്പോ അങ്ങോട്ട് പോവാൻ തന്നെ പേടിയാവോ? അവളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് അയപ്പിക്കണമെന്നുണ്ട് ശരത്തങ്ങളിനും അപ്പച്ചിക്കൊക്കെ. പിന്നെ അവളെ ഏട്ടത്തിക്കൊപ്പം ചേർന്ന് അച്ഛനും അമ്മയായിട്ട് യുദ്ധത്തില.
അവള് വിവാഹം കഴിഞ്ഞ് പോയെങ്കിൽ നമുക്ക് കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കായിരുന്നു. തനിക്കറിയാലോ, ഞങ്ങളോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ അപ്പച്ചി ഓരോരോ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നത്. സ്നേഹിച്ച അടക്കി പിടിക്കുന്നൊരു സ്വഭാവ. പിന്നെ ഇപ്പോഴും എന്റെ ഉള്ളിലൊരു സംശയം ബാക്കിയുണ്ട്. ഇതൊക്കെ അപ്പച്ചിയുടെ അഭിനയമായിരിക്കുമെന്ന്. ശരത്തങ്ങൾ പറയുന്ന അങ്ങനെ അല്ലെന്നാ. അതാ ശരി. ഈ സ്നേഹ അഭിനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ആത്മാർത്ഥതയുണ്ട് സർ. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോ അപ്പച്ചിയുടെ വേദനിക്കുന്ന മുഖം എന്റെ മനസ്സിൽ തെളിയില്ല. ദേവേ, കിടക്കുന്നില്ലേ? ആ, കുറച്ചു മുമ്പ് അരുൺ വിളിച്ചിരുന്നു. അവനോട് കാർത്തു പറഞ്ഞെന്ന് താൻ അരികിലേക്ക് ചെല്ലുമ്പോ സ്വന്തം അമ്മ വരുന്ന പോലൊരു തോന്നലാന്ന്. കണ്ടോ, പോവാ വിരുന്നിന്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പച്ചയല്ലേ വിളിച്ചത്. അവർക്ക് തലയ്ക്ക് വെളിവില്ലാതായോന്നാ ഞാൻ ചിന്തിക്കുന്നത്. മഞ്ജു, അപ്പച്ചിയുടെ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത് അപ്പച്ചിയുടെ അടവാ, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വന്നവൻ അപ്പച്ചിയെ എങ്ങനെയോ തളച്ചിട്ടുണ്ട്. അടവായ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ അവളെ അമ്മ നശിപ്പിച്ചോളും. എന്തായാലും രണ്ടാളും അങ്ങോട്ട് ചെല്ലുന്നത് മാളൂന് സഹിക്കില്ല. ആർക്ക് സഹിച്ചില്ലെങ്കിലും അപ്പച്ചിയെ മറികടന്നൊരു തീരുമാനം എടുക്കാൻ മക്കൾക്ക് കഴിയില്ല, അനന്തരവന്മാർക്കും കഴിയില്ല. ഇനിയിപ്പോ നീ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ ജീവിക്കുന്നതായിരിക്കും നല്ലത്. അവളെ കാണുമ്പോ എന്റെ നാവില് നല്ലതൊന്നും വരില്ല. ഇതിന്റെ അവസാനം അവനും ഞാനും തമ്മിൽ തല്ലുണ്ടാക്കേണ്ടി വരും. ജോലി കിട്ടുന്നതിന് മുമ്പ് പറമ്പിലൊക്കെ കിടന്ന് കിളച്ചും പണിയെടുത്തും ഉറച്ച ശരീരം അവന്റെ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്നത് വാങ്ങിക്കാനേ എനിക്ക് പറ്റും. അത് മറക്കരുത്. നിങ്ങളെ പോലെ കഴിവ് കിട്ട ഒരു ഭർത്താവാ എന്റെ പരാജയം. അല്ല, എന്റെ കഴിവുകേട് കൊണ്ടല്ലോ നമുക്ക് മക്കളുണ്ടാകത്തത്. നിങ്ങളെന്താ അത്ര താമസിച്ചത്? വരുന്ന വഴിക്ക് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവനോട് സംസാരിച്ച് എന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഓ, വന്നോ? സൽക്കരിക്ക്, ഊട്ട്. അത് കാണാനേ ഞാനിവിടെ നിൽക്കുന്നില്ല. നീ അതൊന്നും കാര്യക്കണ്ട മോളെ. ഞാൻ വിളിച്ചിട്ടാ നിങ്ങൾ വന്നിരിക്കുന്നേ. പിന്നെ ശരത്തേട്ടനും. അതുകൊണ്ട് മറ്റാരും പറയുന്ന നിങ്ങൾ കണക്കിലെടുക്കണ്ട. ഇയാളെ ഇവളുടെ ചേച്ചി എന്തിനാ ഇങ്ങനെ വെറുക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതിന് കാരണക്കാരി ഇയാളാ. വെറുതെ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ അവൾക്ക് കൊടുത്തു. അതുകൊണ്ട് അവള് ദേഷ്യം കാണിക്കും. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേട്ടോ മോളെ, ഒരു വീട്ടിൽ നിന്ന് രണ്ട് ബന്ധം വേണ്ടാന്ന് ഞാനും ഇവനും പറഞ്ഞതാ. അത് ഞങ്ങൾക്ക് പരസ്പരം പറയാനേ പറ്റൂ. ഇയാളെ അറിയിക്കാൻ പറ്റില്ല. അറിയിച്ചാ കൊന്നു കൊല വിളിക്കും. അല്ലയോടാ മോനെ? ഇന്നത്തെ അപ്പച്ചായിരുന്നു അന്നെങ്കിലേ ഇപ്പൊ അവള് വിവാഹം കഴിഞ്ഞ് പോയേനെ. എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം നടത്തണം മോനെ. അല്ലെങ്കിൽ അതെനിക്ക് വല്ലാത്തൊരു കുറ്റബോധമായിരിക്കും. ഞാൻ കാരണം തന്നെ ഇതൊക്കെ സംഭവിച്ചത്. എന്റെ രണ്ടു മക്കളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചത് ഞാനാ. അരുൺ പറഞ്ഞു കാണൂല്ലോ മുമ്പത്തെ കഥകളൊക്കെ. അനന്തും ഇവനും ഇവിടെ തന്നെയായിരുന്നു ഏതു നേരവും. ഞാനാ പഠിപ്പിച്ചതൊക്കെ. അതിന്റെ അധികാരം കാണിച്ചതാ. അന്നും അരുൺ ഇടയ്ക്കൊക്കെ ഇവന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവനും ഇവനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഞാനും തന്റെ വായിലിരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്.